കഴിഞ്ഞ പ്രാവശ്യേ ചേച്ചി എനിക്കൊരു റീൽസ് അയച്ചു തന്നിട്ട് പറഞ്ഞു താനും ഈ ഒരു ഡാൻസ് പഠിക്കട്ടോ, ചെയ്യണം നീ ദൈവം കൂടെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ ഡ്രസ്സ് കണ്ടപ്പോൾ, സരിത ഇട്ട ഡ്രസ്സ് കണ്ടപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി ഈ ഡ്രസ്സ് എന്നെ പോലെ തടിയുള്ളവർക്ക് ഇടാൻ പറ്റുമോ, അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചപ്പോൾ ചേച്ചി ഇതോട് ചെയ്തത്. ബാക്കി കാര്യം ചേച്ചി പറയും. ഇത് അങ്കരംഗ സ്റ്റൈലാണ്. അങ്ങനെ ഇന്ന ഏജ് ലിമിറ്റ് ഒന്നുമില്ല. ആർക്ക് വേണമെങ്കിലും തടിയുള്ളവർക്ക് കൂടെ ഏറ്റവും നന്നായിട്ട് സ്ലിം ആയിട്ടിരിക്കുന്ന എക്സസ് അല്ലെങ്കിൽ സീറോ സൈസ് എന്നൊക്കെ നമ്മൾ പറയുന്ന അവർക്ക് കൂടെ നന്നായിട്ട് തടി തോന്നൂല. അത്യാവശ്യം എനിക്കും തനുജിക്കും തടിയുള്ളത് അറിയാലോ. 5XL സൈസാണ് ഞങ്ങൾ യൂസ് ചെയ്യണം. പക്ഷെ ഇട്ടിട്ട് വലിയ വൃത്തിയുടെ പാന്റ് യൂസ് ചെയ്യണം എന്നാ ഷോൾ ഇടണമെന്നോ ഒന്നുമില്ല. നല്ല ബോഡി ഫിറ്റ് ആയിട്ട് കിടക്കും. ഇതിന്റെ വർക്കാണ് നല്ല ഇതായിട്ട് ചെയ്തിരിക്കുന്നത്. ഒരു ഗോൾഡ് കട്ട് ബീഡിനകത്ത് ഒരു ഓവർലാപ്പിംഗ് സിസ്റ്റത്തിനകത്ത് തന്നെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. സ്ലീവിലും വർക്ക് ഉണ്ട്. നല്ല നല്ല ഇതാണ്. XS to 5XL വരെ നമുക്ക് ചെയ്യാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. ഇതിന്റെ റേറ്റ് ആണ് മെയിൻ ഹൈലൈറ്റ് 1200. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒരു ഡൗട്ട് ചിലർക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഈ 1200 അല്ലെങ്കിൽ XXL എന്നൊക്കെ പറയുന്നുണ്ടല്ലോ തനു, അല്ല സോറി 999 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ XXL 4XL ഇത്ര ചാർജ് പറയുന്നു. അപ്പം XXL വരെ സെയിം ചാർജാണ്. അവിടുന്ന് XXL 4XL 5XL വരുമ്പോൾ 200 രൂപ കൂടും കേട്ടോ. അതൊന്ന് വ്യക്തമാക്കി തന്നാണ്. അപ്പൊ ശരി, എല്ലാവരും ഓർഡർ പ്ലേസ് ചെയ്യുക. കളർ കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ്. ബ്ലാക്ക് ഉണ്ട്, മെറൂൺ ഉണ്ട്, ബോട്ടിൽ ഗ്രീൻ ഉണ്ട്, മസ്റ്റേർഡ് യെല്ലോ ഉണ്ട്, ഓഫ് വൈറ്റ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലേക്ക് പറഞ്ഞാൽ മതി, അത് ചെയ്തു തരും. അപ്പൊ തടി ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഇത് ഇടാതിരിക്കണ്ട. തടി ഉള്ളവർക്കും ഇത് നല്ലതാണ് എന്നാണ് എനിക്ക് ഇട്ടിട്ട് നല്ല ഇതായിട്ട് തോന്നുന്നു. ഞാൻ സാധാരണ സ്ലിറ്റ് ഉള്ള ചുരിദാർ ഇടാറില്ല. എനിക്കിഷ്ടം, അയ്യോ സ്ലിറ്റ് ഇല്ലാത്ത ചുരിദാർ ഞാൻ ഇടാറില്ല, എനിക്കിഷ്ടമല്ല. പക്ഷെ ഇതിട്ടിട്ട് എനിക്ക് കുഴപ്പമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഫീൽ. ഇനി കണ്ടിട്ട് നിങ്ങൾ കമന്റ് ചെയ്യും, ബാക്കി നോക്കാം നമുക്ക്. അപ്പൊ ടാറ്റ.